എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെ ബോണ്ട വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം, അതും അമൃതപ്പൊടി കൊണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അമൃതപ്പൊടിയുടെ പകരം നമുക്ക് ഇതിലേക്ക് ആട്ടപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3-4 ഏലക്കായയും ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്കിനി 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതാണ് കേട്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി. 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂണും മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അമൃതപ്പൊടി കൊണ്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.